അങ്ങനെ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലത്തൂരുള്ള ഉറിയിലേക്കാട്ടെ പോയത് ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചട്ടിച്ചോറിന് 110 രൂപയാണ്, സ്പെഷ്യൽ 160. അവിടെ ബിരിയാണിയും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ രാജാവിൻ്റെ ചട്ടിച്ചോറ്, വഞ്ചിച്ചോറ്, അങ്ങനെ ഓരോന്ന്. ഏറ്റവും ലാസ്റ്റ് പ്രൈസ് വരുന്നത് 200 രൂപയുണ്ട് രാജാവിൻ്റെ ചട്ടിച്ചോറിന്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഫാമിലി എല്ലാവരും കൂടെ പോയതാണ്. കുറേ കാലമായിട്ട് ഉമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചട്ടിച്ചോറ് കഴിക്കാൻ. ഇതാട്ടോ ഉമ്മയും ഉപ്പയും അനിയത്തിൻ്റെ മോളാട്ടോ ഇന്നുവിൻ്റെ വീഡിയോക്കൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചട്ടിച്ചോറ് കഴിക്കാൻ കുറേ കാലമായിട്ട്. ഷുഗറും പ്രഷറും ഒക്കെ അതേപോലെ സോഡിയം കുറയിലും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഹാർട്ടിൻ്റെ ഒക്കെ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക് കേട്ടോ. പക്ഷേ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ വല്ലപ്പോഴൊക്കെ സാധിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫാമിലി, ആങ്ങളെയും ഭാര്യയും ഞാനും അനിയത്തിയും എല്ലാവരും കൂടെ ആയിട്ടാണ് കഴിക്കാൻ പോയത്. അപ്പം ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത് സ്പെഷ്യൽ ചട്ടിച്ചോറായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു കുറച്ചുള്ളൂ, ക്വാണ്ടിറ്റി കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 5 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ നമ്മൾ രാജാവിൻ്റെ ചട്ടിച്ചോറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ രാജാവിൻ്റെ. ഇതിൽ ഫിഷ് ഐറ്റംസ് ആണ് കൂടുതൽ. ഈ രാജാവിൻ്റെ ചട്ടിച്ചോറിൽ ഞാൻ പറഞ്ഞല്ലോ ഫിഷ് ഐറ്റംസ് ആണ് കൂടുതൽ. ചെമ്മീൻ, ഞണ്ട്, കൂന്തൾ, കല്ലുമ്മക്കായ്, അങ്ങനെയുള്ള കുറേ വെറൈറ്റി. അതേമാതിരി പൊരിച്ച മീൻ, മുട്ട, പപ്പടം, അങ്ങനെ പിന്നെ നമ്മുടെ സദ്യയിലുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വിഭവ സമൃദ്ധമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കെല്ലാവരും സാധനം ബാക്കി വെച്ചു. കാരണം നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ കുറച്ചുള്ളൂ എന്ന് വിചാരിച്ചെങ്കിലും കഴിച്ചു തുടങ്ങിയപ്പം ഒക്കെ ബാക്കിയായി. മക്കൾക്ക് നമ്മൾ ബിരിയാണിയാണ് വാങ്ങിക്കൊടുത്തത്, അതാണെങ്കിലും ബാക്കി വന്നു കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം.